പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവം ഒരു അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. ഈ തിരുവചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ധൈര്യവും ആശ്വാസവും പകരുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത അധൈര്യപ്പെടരുത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അധൈര്യപ്പെടരുത്, നാം ബലഹീനരായി പോകരുത്, നമ്മെ ഭാരപ്പെട്ട് പോകുവാൻ ഇടവരാതെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. ധൈര്യമില്ലാത്തവരായി, ധൈര്യം ചോർന്നവരായി മുന്നോട്ട് പോകുവാൻ ഇടവരാതെ ചില സാഹചര്യങ്ങളിൽ സ്വതവേ നമ്മുടെ ജീവിതത്തിൽ അധൈര്യപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ധൈര്യം നമ്മിൽ നിന്ന് ചോർന്നു പോയി, ആമേൻ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത ധൈര്യം ചോർത്തി അധൈര്യം ജീവിതത്തിൽ വന്ന നമ്മെ വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഉറവിടമായ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: അധൈര്യപ്പെടാതെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ, അധൈര്യപ്പെടുന്ന വിഷയം എന്താണോ, അല്ലെങ്കിൽ ഭാരപ്പെടുന്ന വിഷയം എന്താണോ, ധൈര്യമില്ലാതെ ആമേൻ മുന്നോട്ട് പോകുന്ന വിഷയം എന്താണോ, അതിന്മേൽ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒന്ന് നാം മനസ്സിലാക്കണം, അധൈര്യപ്പെടാതെ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി തീരട്ടെ. നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ സർവശക്തനായ ദൈവം ഉണ്ട് എന്ന് വ്യക്തമായി ദൂത് വിളിച്ചു പറയുക. അടുത്ത വാക്യം വായിക്കുന്നു: യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കാം, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പൊ വിഷയങ്ങളുടെ മുൻപിൽ ഭയപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശയോടെ കൂടി, ആരും നമ്മുടെ മുമ്പിൽ ഇല്ല എങ്കിലും അത് പലപ്പോഴും ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞ് അധൈര്യത്തിന്റെ അനുഭവങ്ങൾ ജീവിത മേഖലയിൽ കടന്നു വരുമ്പോഴും, ആരുമില്ല എന്നുള്ള ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തകൾ ജീവിതത്തിൽ വരുമ്പോഴും സർവശക്തനായ ദൈവം വ്യക്തമായിട്ട് അവിടെ പറയുന്നു: നിന്നോട് കൂടെ സർവശക്തനായ ദൈവം വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. നിന്റെ വിഷയം എന്താണോ, നീ ഭാരം അനുഭവിക്കുന്ന വിഷയം എന്താണോ, നീ അധൈര്യപ്പെടുന്ന വിഷയം എന്താണോ, ആ വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവം വെളിപ്പെട്ട് നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക എന്നാണ് ദൈവാത്മാവിടെ വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. സാഹചര്യങ്ങളുടെ നടുവിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നീ പോകാൻ തയ്യാറാകുമ്പോൾ ദൈവാത്മാവ് അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ദൈവവുമായി യഹോവ ഉണ്ടാകും എന്ന് തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുവാനിടയായിത്തീരുന്നു. അതിനോടനുബന്ധിച്ച് മറ്റൊരു വാക്യം കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 31-ന്റെ 8-ാം വാക്യം: യഹോവ തന്നെ നിന്റെ മുമ്പിൽ നടക്കുന്നു. അവൻ മറ്റ് മനുഷ്യരാരും നിന്റെ മുമ്പിൽ നടന്നില്ലെങ്കിലും, അവിടെ ആവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്: യഹോവ തന്നെ നിന്റെ മുമ്പിൽ നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ ഭയപ്പെടരുത്, അധൈര്യപ്പെട്ടു പോകരുത്. അപ്പൊ സർവശക്തനായ ദൈവം തന്നെ
നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ പരിഹാരവുമായി വെളിപ്പെടുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ ആമേൻ, നീ എന്ത് ചെയ്യരുത്? ഭയപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത് എന്ന് വ്യക്തമായി ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും സാഹചര്യങ്ങളുടെ മുമ്പിൽ ധൈര്യം ചോർന്നു പോകുന്ന പ്രിയമുള്ളവരെ, ധൈര്യം നമ്മിൽ നിന്ന് വിട്ടുപോകുന്ന പ്രിയമുള്ളവരെ, നാം എത്ര ധൈര്യശാലികളായിരുന്നാലും എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ചിന്ത ഉണ്ടെങ്കിലും പല സാഹചര്യങ്ങളിൽ ധൈര്യം നമ്മിൽ നിന്ന് ചോർന്നുപോയി അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ആമേൻ. സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ ഇടയായി തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.